അപ്പോൾ മാത്യു തോമസിന്റെ ഏറ്റവും പുതിയ ഫിലിമായ ലവ്ലിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. മാത്യു തോമസിന്റെ 18ാമത്തെ ഫിലിമാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോയും. ബേസിക്കലി ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് അണ്ടർസ്റ്റേജ് കൺട്രി, കാനഡ ഈസ് ഇൻ ടോപ്പ് ടയർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജോലിയും ചെയ്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കണം, അതോ നമ്പർ 1 കൺട്രിയിൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം നമ്മൾ എല്ലാവരും അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഇവിടെ കേരളത്തിൽ ജോലിയില്ല, ആർക്കും ഒന്നുമില്ല, എല്ലാവരും കാനഡയിൽ പോവുകയാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നൊരു പയ്യൻ്റെ കഥ. എനിക്ക് തോന്നുന്നു കോമഡി ഫിലിമാണെന്ന് തോന്നുന്നു. ബോണി, ഷൈൻമാർ, ജൂഡിയ, എൽഡി, ഒരു കളർ ടോണിങ് നല്ല രസമുണ്ട്. നിനക്ക് മമ്മി ഉണ്ടാക്കുന്ന പോലെ ഇത്തിരി പുട്ടും കടല ഉണ്ടാക്കിക്കൂടെ? ഒരു കംപ്ലൈന്റ് ഉണ്ട്, 354 ആണ്. ഈച്ചയുടെ മലയാള വെർഷനാണ്. നിനക്ക് ഇവിടെ ബഹുമാനത്തുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ചെയ്യാൻ കോമഡി പ്ലസ് ഫാന്റസി പ്ലസ് ഇമോഷൻ ആണ്. സിനിമാറ്റോഗ്രാഫി അടിപൊളി കേട്ടാ. വിഷ്ണു വിജയ് മ്യൂസിക്, വിഷ്ണു വിജയ് ബിജിലാൽ. അപ്പോൾ കുറച്ച് അടിപൊളി ട്രാക്സ് ഒക്കെ ഉണ്ടാവും. തിയേറ്ററിലെ എക്സ്പീരിയൻസ് എനിക്കറിയാവുന്ന പ്രശ്നമാണ്, അവന്റെ പ്രശ്നം ഈച്ചയാണ്. DOP ആഷിഖ് കപൂർ വെറുതെ അല്ല, അടിപൊളി ഫ്രെയിംസ് ആണ്. രോമാഞ്ചം വരുന്നു. 3D ഫിലിമാ. ഇങ്ങനൊരു സിനിമ വരുന്നതേ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ ആരും അറിഞ്ഞുമില്ല, ഒരു ഹൈപ്പും ഇല്ലാത്ത പടം. 3D VFX എല്ലാം. ഇത് കണ്ണാണോ കവളാണോ? മെയ് 2 അതായത് നിങ്ങൾ എത്തി. ഒരു ഹൈപ്പോ പ്രൊമോഷനോ വലിയ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഇതുവരെ. സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിക്കുമോ? ആഷിഖ് കപൂറിന്റെ ആണ് ക്യാമറ. ബാക്കി ഡയറക്റ്റഡ് ബൈ ദിലീഷ് കരുണാകരൻ. റൈറ്ററാണ് കേട്ടോ, മായാനദിയുടെ ഒക്കെ റൈറ്ററാണ് പുള്ളി. ആഷിഖ് കപൂർ മ്യൂസിക് വിഷ്ണുവിന്. അപ്പോൾ എന്തായാലും നല്ല വിഷ്വൽസ് പ്രതീക്ഷിക്കാം, അടിപൊളി ട്രാക്സ് പ്രതീക്ഷിക്കാം. പിന്നെ ഡയറക്ഷൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സിനിമ കണ്ടാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. സംബന്ധിച്ച് കുറച്ച് ഫാൻറ്റസി, ഇമോഷൻ പ്ലസ് ഡ്രാമ എല്ലാം ഉണ്ട്. ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. സിനിമ നോക്കുകയാണെങ്കിൽ ദിലീഷ് നായരാണ് റൈറ്ററും ഡയറക്ടറും. പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ബാബുരാജുണ്ട്, മനീഷ് കെ ജിയനുണ്ട്, ജയശങ്കർ, ജോമോൻ ജോദർ, എല്ലാവരും കുറച്ച് കാസ്റ്റൊക്കെ ഉണ്ട്, നല്ല കാസ്റ്റൊക്കെ ഉണ്ട്. വിഷ്ണു വിജയ് കമ്പോസർ, സിനിമാറ്റോഗ്രാഫി ആഷിഖ് കപൂർ, എഡിറ്റർ കിരൺ ദാസ് എന്താ ചെയ്തിട്ടുള്ളത് ഈ പുള്ളി അറിയത്തില്ല. തൊണ്ടി മുതൽ ദൃക്സാക്ഷി, മറ്റേ മമ്മൂട്ടിയുടെ റോസാക്ഷി. ഓ പുള്ളി അതിൻ്റെയൊക്കെ ഇട്ടാ ജോസഫ്. അപ്പോൾ എഡിറ്റിംഗ് പൊളിക്ക്. ഇപ്പം ട്രെയിലർ തന്നെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് കൊള്ളാം. DOP പറയണ്ടല്ലോ, ആഷിഖ് കപൂർ ആണ്. ആഷിഖ് കപൂറിൻ്റെ ബാക്കി മുന്നേയുള്ള സിനിമ ലിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വിഷ്ണു വിജയ് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ദിലീഷ് നായർ. പുള്ളിയുടെ 2ാമത്തെ ഡയറക്ഷനാണ് കേട്ടോ. ആദ്യം ടമാർപ്പാടാണ്, 2ാമതാണ് ലവ്ലി. ഭയങ്കര റൈറ്റിംഗ് ആണ് പുള്ളി. ലൈഫിൽ ക്ലബൊക്കെ റൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ക്രീൻ പ്ലേ ഉണ്ട്. മായാനദി റൈറ്റ് ചെയ്തിട്ടുണ്ട്. മാത്യു തോമസിന്റെ 18ാമത്തെ പിക്ചറാണ്. അങ്ങനെ 3 പിക്ചേഴ്സ് കൂടെ വരാനുണ്ടല്ലേ, 3 ഫിലിം. കൊള്ളാം. എന്തായാലും മെയ് 2 തിയേറ്ററിൽ പോയി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കണ്ടിട്ട് ഞാൻ എന്തായാലും റിവ്യൂ ഇടും. കൊള്ളാം. അങ്ങനെ ട്രെയിലർ അടിപൊളി, ഒരു ഫാൻറ്റസി മോഡേൺ, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രെയിലറാണ് കേട്ടോ. തിയേറ്ററിൽ പോയി കണ്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.